അപ്പോൾ സെക്കൻഡ് ടൈം ഉറപ്പായിട്ട് അവൻ ഹ്യൂമൻസിനെ ടാർഗറ്റ് ചെയ്തു. അതാണ് മാനേറ്റ ടൈഗർ, നരഭോജി കടുവ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത് കാട്ടുപോത്ത്, ആന, കരിങ്കടൽ. പാനിക്കാകല് ഇത് കടുവ കടിച്ച ഇതും അതെ. പറഞ്ഞ റിസർവ് ഫോറസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഇന്ന് നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലെ നേച്ചർ വോക്ക് പ്രോഗ്രാമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ഗൈഡ് ജീവൻ ചേട്ടനാണേ. ട്രക്കിംഗ് പോയിന്റിലേക്ക് എത്താൻ ഈ ചങ്ങാടത്തിൽ കയറി അക്കരെ കടന്ന് അവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 7 മണിയുടെ ട്രക്കിംഗ് ആയിരുന്നു എടുത്തിരുന്നത്. സൺറൈസ് ആയതുകൊണ്ട് റിസർവറിൻ്റെ ചുറ്റിയുള്ള കാടും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. എവിടെ ക്യാമറ തിരിച്ചു വെച്ചാലും അതിമനോഹരമായ വിഷ്വൽസ്. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ രാവിലെ 7-ൻ്റെ ട്രക്കിംഗ് തന്നെ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാടിൻ്റെ ഭംഗിയുടെ കാര്യത്തിലും അനിമൽ സൈറ്റിങ്സിൻ്റെ കാര്യത്തിലും എപ്പോഴും രാവിലത്തെ ട്രക്കിംഗ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. റിസർവറിൻ്റെ സൈഡിലൂടെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ട്രക്ക് ചെയ്യുന്നത് കൂടുതലും ഓപ്പൺ ഗ്രാസ് ലാൻഡിൽ കൂടിയാണ്. എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി അവരെ സ്പോട്ട് ചെയ്യാനും സാധിക്കും. അരുവികളും ചെറിയ പാലങ്ങളും കടന്നാണ് ട്രക്ക് ചെയ്യുന്നത്. ധാരാളമായി മഴ കിട്ടുന്നത് കൊണ്ട് മൃഗങ്ങൾ റിസർവോയറിൽ വെള്ളം കുടിക്കാൻ എത്തുന്നത് കുറവാണ്. ഒരു 4 ദിവസം മുന്നേ ഇവിടെ നമ്മുടെ പൈപ്പറില്ലേ, അത് അവിടെ ഇരയെ പിടിച്ചിട്ട് കടന്നേ ഈ ഭാഗത്തായിട്ട്. അപ്പം ചിലപ്പോൾ ആ ഏരിയയിൽ കാണാൻ ചാൻസ് കാണും. നിങ്ങൾ ജസ്റ്റ് ക്യാപ്റ്റ് വരും. ഓക്കെ പോയിട്ടുള്ള കാൽപ്പാട് ഉണ്ടോ ഫ്രഷായിട്ട് കിടക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒന്നായിരിക്കും കാണുന്നത്, ചിലപ്പോൾ വേറെ ഗ്രൂപ്പ് അകത്ത് കാണും. ഒരു കാരണം വെച്ചാൽ നമ്മൾ അടുത്ത് പോയി ഓർമ്മകൾ കൊണ്ട് അടുത്ത് പോകാൻ പാടില്ല. വേറെ ഉണ്ടെങ്കിൽ ഇവർ നമുക്ക് ഈ ആനകൾ ഈ പറഞ്ഞ 20 ഡെസിബിൾ അൾട്രാവേവ് സൗണ്ട് ഗ്രൗണ്ടിൽ നിന്നാക്കുന്ന ഒരു കമ്പനി അവർക്ക് ഈസിയായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് നടക്കുമ്പോഴത്തേക്ക് കുറച്ച് സ്ലോ ആയിരുന്നു. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി 925 സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന പെരിയാർ ടൈഗർ റിസർവ് ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ്. 76 സസ്തനികൾ, 338 ഇനം പക്ഷികൾ, 68 ഇനം മൃഗങ്ങൾ, 64 ഇനം ഉഭയജീവികൾ, 38ഓളം ഇനം മത്സ്യങ്ങൾ എന്നിവയെ പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 207 ഇനം ചിത്രശലഭങ്ങളും 1980 ഇനം സസ്യങ്ങളും പെരിയാർ ടൈഗർ റിസർവിലുണ്ട്. 1934 പെരിയാർ ലേക്ക് റിസർവ് നെല്ലിക്കാമ്പട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായി മാറി. 1950 പെരിയാർ വന്യജീവി സങ്കേതവും 1978 പെരിയാർ ടൈഗർ റിസർവും ആയി. ഇത് മെയില് അത് ഫീമെയിൽ കാട്ടുപോത്ത്. പിന്നെ താഴെ 3 കിടക്കുന്നുണ്ട്. അത് ആനയുടെ പല്ലാണ്. മൊത്തം 4 പല്ലുണ്ട് ആനയ്ക്ക്. ആ പല്ല കിടക്കുന്നത് ഇത് സമ്പാദ്യം ഒരു 7 വർഷം ആനയുടെ പല്ല്. എന്തെങ്കിലും ഡിസീസ് വന്നിട്ട് അങ്ങോട്ട് പോയി. മോസ്റ്റായിട്ട് ഈ എലഫൻസിന് ഈ പറഞ്ഞ ഒറ്റയ്ക്ക് നോക്കാൻ കാരണമേ പ്രായമായ ആന ഒറ്റയ്ക്ക് നോക്കാൻ കാരണം ഇവരുടെ പല്ലുണ്ടല്ലോ. ഇവരെല്ലാ ദിവസവും ഇതുപോലെ ഈ ആഹാരങ്ങൾ ചർച്ച കഴിക്കും. എലഫൻസ് അവരുടെ വന്നിട്ട് ഒരു നടക്കും വെച്ചാൽ അവർക്ക് ഡൈജഷൻ ആകും. ഇങ്ങനെ ഈ സഞ്ചരിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആനയുടെ ഒത്തിരി ഗ്രാസ് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി പുല്ലുകൾ കൊടുത്ത് വരുന്ന ചെറിയ മണ്ണൊക്കെ ചെളിയൊക്കെ അതൊക്കെ ഈ ദേരിനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പല്ല് തേഞ്ഞതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാകും. ആ സമയത്തേക്കും അതിൻ്റെ ദേഹത്തെ എല്ല് തെളിയും, പ്രായമായ എല്ല് തെളിയും. പിന്നെ അവരുടെ ഗ്രൂപ്പിൽ നടക്കാതെ ഒറ്റയ്ക്ക് വന്നിട്ട് എവിടെയെങ്കിലും മാറി നിന്നിട്ട് അവിടെ നിന്ന് ഈ ചരിയാഴ്ച ചെയ്യുന്നത്. സിംഹത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ സിംഹം അതുപോലെ തന്നെ സിംഹം അങ്ങനെ
അവിടെ തന്നെ കുഴിയെടുത്തിട്ട് ഇങ്ങനെ മരണപ്പെട്ട് പോകുന്ന ഞാൻ ഒരു വീഡിയോ കണ്ടേക്കുന്നതാണ്. ഇപ്പം അറിഞ്ഞൂടാ, നമുക്ക് ഇവിടെ സിംഹം ഇല്ലല്ലോ. എന്നാൽ സിംഹം ഉണ്ടെങ്കിൽ സിംഹം ഇതുപോലെ തന്നെയാണ് കാണിക്കാറ്. ഒറ്റയ്ക്ക് വന്നിട്ട് ഏതെങ്കിലും മൃഗത്തിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യും. അങ്ങനെ വല്ല പാമ്പിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് കൊത്തി കിട്ടിയത് മരണപ്പെട്ടു പോകും. അങ്ങനെ ചെയ്യാറ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഇത് 7 വയസ്സായത് എങ്ങനെയാ? ഇത് ഫിസിക്കൽ കണ്ടീഷൻ കൊള്ളത്തില്ല. അതായത് അതിൻ്റെ അമ്മ മരിച്ചു പോയായിരുന്നു, അതും പ്രായമായതാണ്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടിക്ക് ഈ ഫീഡ് ചെയ്യാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ നടന്നിട്ട് ഇത് ഗ്രൂപ്പിൽ വേറെ ആരും കൂട്ടം കൂടുന്നില്ല. വെച്ചാൽ ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ആഹാരം കഴിക്കാൻ പറ്റാതെ ഒരു വിശന്നിട്ട് ഇപ്പോൾ ആന ഈ അവിടെ തന്നെ നടന്ന് മരണപ്പെട്ടു പോയി. ചട്ട ഇവിടെ തന്നെ എടുത്തല്ലേ ഉള്ളൂ? ഇവിടെ തന്നെ എടുത്തുള്ളൂ. അതായത് റിസർവ് ഫോറസ്റ്റും ഈ പറഞ്ഞ റിസർവ് ഫോറസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. എന്ത് റിസർവ് ഫോറസ്റ്റ് എന്ത് കിടക്കുന്നോ അത് അതുപോലെ തന്നെ കിടന്ന് ഡീകമ്പോസ്ഡ് ആയിപ്പോയി. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ഫോറസ്റ്റ് വല്ലതും ആണെങ്കിൽ നമുക്ക് പെർമിഷൻ കൊടുത്ത് വെട്ടാൻ പറ്റുന്ന മരങ്ങളുണ്ട്. ആ മരങ്ങൾ മാത്രമേ മുറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ അളന്ന് നോക്കിയിട്ട് ശേഷം മാത്രമേ അത് കട്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ കടുവ അടിച്ചാണോ? ഇത് കടുവ അടിച്ച ഇതും അതെ ഏകദേശം ഒരു 1.5 ടൺ കാണും ഒരു അഡൽട്ട് കാട്ടുപോത്ത്. 1.5 ടൺ എന്ന് പറയുമ്പോൾ 1500 കിലോ മേളിലുണ്ടാവും. മെയില് ഫീമെയിൽ അതിന് കുറവായിരിക്കും, പക്ഷേ സൈസ് ഏതൊക്കെയാലും സെയിം സൈസ് ആയിരിക്കും. പെട്ടെന്ന് ഐഡന്റിഫൈ പറ്റുന്നത് മെയിൽ ഫീമെയിൽ ഹോൺസ് വൈഡ് ഹോണായിരിക്കും. പിന്നെ മെയില് നല്ല ബ്ലാക്ക് ആയിരിക്കും, വൈഡ് ഹോണായിരിക്കും. ഫീമെയിലിന് കറുവായിരിക്കും. ഇതുകൊണ്ടോ ഈ ഹോൺസ് വ്യത്യാസമുണ്ട്. കളറിൽ വ്യത്യാസമില്ലേ? ബ്ലാക്കും ചാരയും അല്ലേ? മെയിൽ പ്യൂർ ബ്ലാക്കും മറ്റേ ചാരയായിരിക്കും. ഒരു ബ്രൗണിഷ് കളർ. ബ്രൗൺ മോസ്റ്റായിട്ട് ഈ പറഞ്ഞ ഡ്രൈ സീസണിലാണ് ഈ പറഞ്ഞ ആനയുടെയും കാട്ടുപോത്ത് അങ്ങനത്തെ ആനിമൽസിൻ്റെ കുറച്ച് ആനിമൽസിൻ്റെ ബ്രീഡിംഗ് സീസൺ കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത് കാട്ടുപോത്ത്, ആന, കരിങ്കട. 3 പേരാണ് ഡേഞ്ചറസ് ആയത്. കടുവ ജസ്റ്റ് ടൈഗർ ഷൈ ആണല്ലേ? ഷൈയും കൂടെയാണ്. പിന്നെ അവർക്കുള്ള ഫുഡും ഉണ്ട്. ഒരു 25 സ്ക്വയർ കിലോമീറ്റർ അത്ര അവർക്കുള്ള ഫുഡും വെള്ളം എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർ സേഫാണ്. അത് മാത്രമല്ല ഈ പറഞ്ഞ മാരിയറ്റ് ടൈഗേഴ്സ് വരുന്നത് വെച്ചാൽ ആ സ്ഥലത്തിലെ വെള്ളം അല്ല ഫുഡില്ല അത്യാവശ്യം വീട്ടിൽ പുറത്തോട്ട് വരും. പുറത്ത് നിന്നിട്ട് ആനിമൽസിനെ പിടിക്കും. അപ്പോഴത്തേക്ക് ആനിമൽസിൽ കൂടെ ഏറ്റവും ഇടപെടുന്ന ആൾ ഹ്യൂമൻസ് അല്ലേ. അപ്പോൾ അവരുടെ ദേഹത്ത് ഒരു സ്മെല്ല് കാണും. എക്സാമ്പിൾ നമ്മളിപ്പോൾ കോഴി നടത്തുന്ന ഒരു ഫാം ഉടമയ്ക്ക് നടത്തുന്ന ആളുടെ ദേഹത്ത് ആ സ്മെല്ല് കാണും. ആ സ്മെല്ല് കിട്ടുമ്പോഴത്തേക്കും ഇതുപോലെ എന്തോ ഒരു ആനിമലാണ് ഓർത്തിട്ട് കടിക്കുന്നത്. ഈ കടിച്ചു കഴിയുമ്പോൾ അറിയത്തെ നമ്മുടെ ബ്ലഡിൽ ഉപ്പുരസം കൂടുതലാണ് മനുഷ്യൻ്റെ. അപ്പം ഈ ഉപ്പുരസം ഉള്ളത് നമ്മളെ ബ്ലഡ് കണ്ടന്റ് ബ്ലഡിൽ ഉപ്പുരസം കൂടുതലുകൊണ്ട് ഇവനെ കൊള്ളാം, നമ്മളെ കൊണ്ട് ഈസിയായിട്ട് അടിച്ച് വീഴ്ത്താൻ പറ്റും, നമുക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സെക്കൻഡ് ടൈം ഉറപ്പായിട്ട് അവൻ ഹ്യൂമൻസിനെ ടാർഗറ്റ് ചെയ്യും. അതാണ് മാനേറ്റ ടൈഗർ, നരഭോജി കടുവ. ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇല്ലില്ല. ഇവിടെ ഇഷ്ടം ഈ പറഞ്ഞ എല്ലാ ആനിമൽസിനുള്ള ഫുഡ് എല്ലാം ഉണ്ട്. നല്ല പ്രോപ്പറായ നല്ലൊരു ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സേഫാണ്. ഇല്ലാതെ വർഷമാണ് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് വരുന്നത്. ഒരു 3 വർഷം മുമ്പേ ഒരു കടുവ മരിച്ചു പോയായിരുന്നു. ഒരു ചെറിയൊരു ആനിമൽ കൊന്നു. പക്ഷെ അത് വേണമെന്ന് ചെയ്തതല്ല, പക്ഷെ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ സെൽഫ് ഡിഫൻസ് ചെയ്യേണ്ടി വന്നു. അത് ഏത് ആനിമലാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും. എന്തിനാ വന്ന വേറെ ആനിമലാണ് കടുവ കൊന്നത്? അല്ല ഞാൻ പറയാം, കടുവേനെ കടുവിനെ കൊന്നു. ആ കുഞ്ഞു ആനിമൽസ് ഈ പറഞ്ഞ ഡെഡായ ആനിമൽസിന്റെ ബോൺസ് കളക്ട് ചെയ്തിട്ട് കരണ്ടി കഴിക്കും. എന്നുവെച്ചാൽ ഈ ഓൾഡസ്റ്റ് ആ ടൈഗേഴ്സിന് അവർക്ക് ഹണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ ജ്വാ ആ സമയത്തായിട്ട് കുഞ്ഞു ആനിമൽസിന്റെ ടാർഗറ്റ് ചെയ്യും, ഈസി ടു പ്ലേ. പക്ഷെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഈ പുറത്ത് വന്നപ്പോഴത്തേ ആൾ വിശന്നതെന്ന് തോന്നുന്നു കയറി ചാടിയതാണ്. അപ്പം മുള്ളു മൊത്തം ഇഞ്ചുറി ആയിട്ട് ബ്ലീഡിങ് ആയിട്ട് മരിച്ചു. പ്രായമായ ആളാണ്. ഏകദേശം മാക്സിമം ഏജ് 12 വയസ്സ് കടുവ. വയലിനകത്താണെങ്കിൽ 12. 12 വയസ്സ് കടുവ അത്യാവശ്യം വയസ്സായില്ലേ? നല്ല ഒരു പ്രായം, മാക്സിമം പ്രായം 12 വയസ്സാണ്. അപ്പോൾ 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആള് ആയിട്ട് വരും. അഡൽട്ട് ആവുന്ന എപ്പോഴാണ്? അഡൽട്ട് ആവുന്നത് അതിൻ്റെ അമ്മയുടെ കൂടെ നിന്ന് അത് ഇവൻ ഇരപിടിക്കാൻ പറ്റിയെന്നൊരു അമ്മയ്ക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതായത് ഒരു 3 മക്കളുണ്ടെങ്കിൽ ആ 3 മക്കളും 2 മക്കളും നല്ലോണം ഇരപിടിക്കാനൊക്കെ പഠിച്ചു കാണും. ഒരുത്തം മടിയനായി. അമ്മയ്ക്ക് ഭയങ്കര വേവലാതിയായി.
ഇവരെപ്പോഴാണ് ഹണ്ട് ചെയ്യാൻ പോകുന്നത്, എപ്പോഴാണ് പിടിക്കാൻ പോകുന്നത്, ഈ അമ്മ കൊണ്ടുവരുന്ന ഫുഡായിരിക്കും കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവനെ പറഞ്ഞു വിടാൻ വേണ്ട ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് അമ്മയും ഒരു അടിയുണ്ടാവും. അടിയുണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. ഇറങ്ങിപ്പോയ ശേഷമാണ് പിന്നെ വേറെ ഒരു ഹണ്ടിങ് പ്ലേസ് കണ്ടുപോയി ഇവൻ ഹണ്ട് ചെയ്ത് ഒറ്റയ്ക്ക് അടിക്കുന്നത്. ആ, അതാണ് അമ്മയും അതിനോട് ചില സമയത്ത് അടിയുണ്ടാവും. ഈ പ്രശ്നം പറഞ്ഞു ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ പോലെ തന്നെയാണ്. ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അവരിപ്പോൾ ഹണ്ടിങ് പ്ലേസസിലാണെങ്കിൽ അവർക്ക് ഒരു പ്രായം വരെ അവർ കൂടെ നിൽക്കത്തുള്ളൂ. ഏത് ആനിമലായാലും ടൈഗർ ആയാലും കൂടെ തന്നെ ഒരു ഏജ് ആയ ശേഷം അവർ നോക്കത്തില്ല, പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ ഈ ആന. പക്ഷെ ആനയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ ആനകൾ ഫീമെയിൽസ് ഒരു ഗ്രൂപ്പായിരിക്കും. അതിൻ്റെ ഗ്രൂപ്പ് ലീഡർ ആരായിരിക്കും അറിയാം? ഫീമെയിൽ, വലിയ ഫീമെയിൽ ഒരിക്കലുമില്ല. ഫീമെയിൽ ഓൾഡസ്റ്റ് വണ്ണാണ്. ഫീമെയിൽ ഓൾഡസ്റ്റ് വണ്ണാണ് ഗ്രൂപ്പ് ലീഡർ. അപ്പം അതിനറിയാം ഈ ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ഏകദേശം 18 to 21 മാസം പോകും. ആ കുട്ടി ജനിക്കണമെങ്കിൽ, ആ കുട്ടി ജനിച്ച കുട്ടി വന്നിട്ട് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇത് വളർന്നൊരു വലുതാവും. ഒരു ടീനേജ് ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവന് ആ ഫാമിലിക്കകത്ത് മിസ്ബിഹേവ് ചെയ്യണമെങ്കിൽ അപ്പോഴേ ഈ പറഞ്ഞ ഫീമെയിൽസിന് ഓൾഡസ്റ്റ് ഫീമെയിലിന് അറിയാൻ പറ്റും ഇവൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവനെ പുറത്താക്കും. ഈ പുറത്താക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ആ സമയത്ത് മസ്ക് വരുന്നത്. അതാണ് ആനയ്ക്ക് മതം കൂട്ടുന്നത്. ഏറ്റവും കൂടുതൽ ഡ്രൈ സീസണാണ് നടക്കാറ്. അപ്പോൾ ഡ്രൈ സീസണാണ് ഏറ്റവും കൂടുതൽ ആനിമൽ ബ്രീഡ് ചെയ്യാൻ പോകുന്നതും ഏറ്റവും ഡേഞ്ചറസ് ആന ഡ്രൈ സീസണാണ്. ഒറ്റയാനൊക്കെ വരുന്നത്. ഒറ്റയാന എന്ന് വെച്ചാൽ ഒറ്റയാനയുണ്ട്, അതുപോലെ അവിടെ നേട്രിയാക്ക് എന്ന ആനയുണ്ട്. കേൾക്കണോ? ആ, അതായത് നമുക്ക് ഈ ഗേ എന്നൊക്കെ പറയില്ലേ, അത് സത്യം പറഞ്ഞാൽ ആണാനയാണ്. പക്ഷെ ടസ്കർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീമെയിൽസ് ഈ പറഞ്ഞ ടസ്കർ ഇല്ലാത്ത ആനെ റിജക്ട് ചെയ്യും. ഇവരെ കാണുമ്പോൾ ചില സമയത്ത് ഓടിപ്പോവുകയും ചെയ്യും. എന്നുവെച്ചാൽ ഇവരൊക്കെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടിക്ക് ഇവരെ പോലെ അംഗവൈകല്യങ്ങൾ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇവർ പേടിച്ചിട്ട് ഓടിക്കും. ചില സംഭവങ്ങളിലൊക്കെ ചില സാഹചര്യങ്ങളിൽ മാത്രമേ അങ്ങനെ കാണും. പക്ഷെ നമുക്ക് ഈ നിങ്ങൾ 3 പേരുണ്ടല്ലോ, ഒരു ഫുഡ് ഫ്രണ്ട്സിനകത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റും. നല്ല വലിയ നല്ല മുട്ട സൈസ് ആണ് ഈ മോഴയാന. പക്ഷെ കൊമ്പില്ലെന്നേ ഉള്ളൂ, ബാക്കി ആണ്. ഇവര് ഒറ്റയ്ക്ക് നടക്കത്തില്ല. ഭയങ്കര ഒറ്റപ്പെട്ട് പോയി. അതുമില്ലാതെ ഈ പറഞ്ഞ ഈ ഒരു സംഭവം കൂടെ ആയതുകൊണ്ട് തന്നെ ഫീമെയിൽസിനാണെങ്കിൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ പറ്റത്തില്ല. ഫീമെയിൽസ് എപ്പോഴും ടസ്കർ നല്ല കൊമ്പുള്ള ആനയെ ചൂസ് ചെയ്യും. ഈ പറഞ്ഞ ആനയുണ്ടല്ലോ, ഈ മെയിൽ ഫീമെയിൽ ഇവർക്ക് നേരത്തെ പറഞ്ഞ ഒറ്റയ്ക്ക് പോകത്തില്ലേ, ഒറ്റയ്ക്ക് പോകുന്ന ആന അടി ഉണ്ടാക്കും. ഈ അടി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും വേറെ ഗ്രൂപ്പിൽ പോകില്ലേ, വേറെ ഗ്രൂപ്പ് തേടി പോകുമ്പോഴത്തേക്കും വേറൊരു വശത്ത് വേറെ മെയിൽ കാണും. ഈ 2 മെയിലും അടി ഉണ്ടാകും. അപ്പോൾ അപ്പുറത്തെ ഗ്രൂപ്പിൽ ഫീമെയിൽസ് അടി കണ്ടോണ്ടിരിക്കും. ആരാണോ വിൻ ചെയ്യുന്ന ആ ഗ്രൂപ്പിലെ മെയിലിന് കൂടെ ബ്രീഡ് ചെയ്യാൻ പറ്റും. കയ്യ് കൊള്ളാൻ കാര്യക്കാർ ആ ലൂസർ ആ ഗ്രൂപ്പ് പോകണം, ഗ്രൂപ്പ് പോകും. എന്നിട്ട് ഇവൻ പോയി അവിടെ ചേരും. മുംബൈ അവിടെ ഗ്രൂപ്പിൽ ചേരും. ഒരിക്കലും അവരുടെ ഫാമിലിക്ക് അകത്ത് ഇൻബ്രീഡിങ് ഒരിക്കലും സമ്മതിക്കത്തില്ല.